നമസ്കാരം. സലിംകുമാറിനെ കുറിച്ച് തന്നെയാണ്. 10-13 വർഷം മുമ്പുണ്ടായ ഒരു ഫോൺ കോളിൻ്റെ കഥയാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. ഇന്ന് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ ഘട്ടത്തിൽ ആദ്യം ഓർമ്മ വരുന്നൊരു കഥയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇടയ്ക്ക് ചെക്കപ്പിന് വേണ്ടിയിട്ട് അമൃത ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് നിരന്തരം സലിംകുമാർ സീരിയസ് ആണ്, അദ്ദേഹം മരിച്ചു എന്നതുവരെയുള്ള വാർത്തകൾ വന്ന സമയമാണ്. അപ്പോൾ ആ ഘട്ടങ്ങളിൽ ആദ്യം ഒരു ദിവസം ഞാനിങ്ങനെ വിളിച്ച ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞു ഹലോ എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. അതിനു മുമ്പ് തന്നെ ഫോൺ എടുത്ത ഉടനെ അദ്ദേഹം പറഞ്ഞു നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലോ, മധു ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ടൊരു ചിരി. ഞാൻ ചോദിച്ചു എന്താ, അല്ല പല ആളുകളും വിളിക്കുന്നുണ്ട്, ഇപ്പോൾ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അന്നേരം ഫേസ്ബുക്കിൻ്റെ ഒരു കാലമാണ്. ഫേസ്ബുക്കിൽ ഒക്കെ വരുന്നുണ്ട്, ഏതോ വെബ്സൈറ്റിലൊക്കെ വാർത്ത വരുന്നു എന്നുള്ള ഒരു സാഹചര്യം. അതുകൊണ്ട് നീ അത് അറിയാൻ വിളിച്ചാണോ എന്ന് വെച്ചിട്ട് പറഞ്ഞാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ മരണത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് വന്ന വാർത്തകൾ, മരിക്കുന്നതിന് മുമ്പ് നിരവധി തവണ വന്ന വാർത്തകൾ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ ഉള്ള അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയാന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ 1-2 അനുഭവങ്ങൾ ഞാൻ പറയാം. മരിച്ചാലെങ്കിലും ഒന്ന് റെസ്റ്റ് കൊടുത്തൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കാറുള്ളത്. ഇങ്ങനെ മരണവാർത്ത പ്രചരിക്കുന്ന സമയത്ത് പാതിരാത്രി ആയാലും ഫോണിന് റെസ്റ്റ് ഉണ്ടാവാറില്ല. അങ്ങനെ അസുഖം മൂലം സലിംകുമാർ അന്തരിച്ചോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് വിവരം അറിയുന്ന ആളിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. പക്ഷെ നേരിട്ട് ചോദിക്കാനും പറ്റില്ല. അതുകൊണ്ട് അപ്പം തന്നെ വിളിച്ച ഉടനെ ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ചെയ്തിട്ട് എവിടെയാണ് എങ്ങനെയാണ് നിൽക്കുന്നതെന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അദ്ദേഹം മരണത്തെക്കുറിച്ചുള്ള ആ വിവരം അറിഞ്ഞ് ഫോൺ ചെയ്ത് മരണത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്നൊരു പരിപാടിയാണ് നടത്തുന്നത്. സിനിമയുടെ വലിയ രീതികളൊന്നും അറിയാത്ത പലരും നമ്പർ സംഘടിപ്പിച്ച് വിളിക്കും. സ്നേഹം കൊണ്ടാണ് പലരും വിളിക്കുന്നത്. ചിലരൊക്കെ ഇത് പത്രക്കാരൊക്കെ വിളിക്കുന്നുണ്ടാവും. പാതിരാത്രിക്കൊക്കെ ആയിരിക്കും വിളിക്കുക. അതിൽ ഒരു സംഭാഷണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യം സലിംകുമാർ ഹലോ പറയും. അപ്പോൾ ചോദിക്കുക എന്താ വിളിച്ചത്, സുഖല്ലേ, പകൽ എത്ര സമയം ഉണ്ടായിരുന്നു, ഈ പാതിരാത്രിക്കാണോ സുഖല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പം മൂപ്പര് ചോദിക്കും ഇതിപ്പോൾ ഞാൻ മരിച്ചോന്നറിയാനുള്ള വിളിയല്ലേ എന്ന് ചോദിക്കും. പിന്നെ അധികമൊന്നും കേൾക്കാനുള്ള ത്രാണി അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഉണ്ടാവില്ലല്ലോ. 1-2 പ്രതികരണത്തിന് ശേഷം ഫോൺ അങ്ങ് വെക്കും. ഈ സംഭാഷണം തീർന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് സലിംകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്. എൻ്റെ ശബ്ദം കേട്ടാൽ അപ്പോൾ ഒരു ദീർഘനിശ്വാസമാണ്. ആ സമയത്ത് ഞാൻ അവരോട് പറയും മരിച്ചു കിടക്കുന്ന ഒരാളെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തരുത്, മരിച്ചാലെങ്കിലും ഒരാളെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം എന്ന് പറയും. ഇതാണ് ഒരു കഥ. രണ്ടാമത്തേത് മഹാനാകാൻ മരിക്കുന്നതിലും തെറ്റില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം. മഹാനടൻ യാത്രയായി, സലിംകുമാർ മഹാനായ ചലച്ചിത്രകാരൻ, മഹാനടൻ്റെ കഥാപാത്രങ്ങൾ ഇനി ഓർമ്മ, ഇങ്ങനെയൊക്കെയാണ് തലക്കെട്ട് ഇടുക. ഇപ്പം ഇന്ന് സ്വാഭാവികമായി സലിംകുമാറിൻ്റെ നടൻ എന്നുള്ള നിലയിൽ മഹത്വം ഉണ്ടല്ലോ. ഇപ്പം ഇന്ന് നമ്മുടെ പത്രങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ വന്ന തലക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ. അന്ന് ഇങ്ങനെ വരുമ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ മഹാൻ ചേർത്തുള്ള സന്ദേശങ്ങൾ ലൈക്ക് ചെയ്യുകയും ഫോർവേഡ് ഒക്കെ ചെയ്യുമ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഫോണിൽ എത്തുമല്ലോ. അപ്പോൾ അദ്ദേഹം അത് ആസ്വദിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ എനിക്കിതെല്ലാം വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, എല്ലാത്തിനും ഉപരി അഭിമാനം തോന്നി. 10 തവണയല്ല ഇനി 100 തവണ മരിച്ചാലെന്താ, ഞാൻ മഹാനായല്ലോ എന്ന് സംതൃപ്തി തോന്നി. മരിച്ചപ്പോഴെങ്കിലും എന്നെ മഹാനായി കരുതിയല്ലോ. ഈ മഹാൻ മരിച്ചോ എന്നറിയാൻ ആളുകളൊക്കെ പെടുന്ന പാട് കണ്ടാലുണ്ടല്ലോ എന്ന്, ഒന്ന് മരിച്ചു കൊടുത്താലോ എന്ന് പോലും തോന്നും ആ ഘട്ടത്തിൽ നിന്ന്. എന്നാൽ ഇപ്പോൾ ശരിക്കും സലിംകുമാർ വിട പറഞ്ഞു. ഈ യാഥാർത്ഥ്യം ഓരോ മലയാളിയുടെയും ഉള്ളിലേക്കും. പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ മലയാളത്തിലെ മഹാനടനായി തന്നെ അദ്ദേഹം അടയാളപ്പെടുത്തപ്പെടും. ഹാസ്യത്തിൻ്റെ വഴിയിലൂടെ കടന്നു വന്ന് ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ ഒരു നടന് എത്താവുന്ന ഏറ്റവും വലിയ പുരസ്കാരവും നേടി മലയാളിയുടെ അഭിമാന താരങ്ങളിൽ ഒരാളായി വിട പറയുന്നു എന്നതാണ് ആ വാസ്തവം. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ പല അനുഭവങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. ഉദയകൃഷ്ണ, CBK തോമസ് ടീം എഴുതി തുടങ്ങി ശ്രദ്ധിക്കപ്പെട്ടു വരുന്ന ഒരു സമയമാണ് തിരക്കഥ ടീം എന്നുള്ളതിലെ. മായാജാലം എന്ന സിനിമയിൽ കലാഭവൻ മണിക്കൊരു വേഷം ഉണ്ടായിരുന്നു. നല്ല റോളാണ്. എന്നാൽ മണി അസാധ്യമായ തിരക്കിൽ പറന്നു നടക്കുന്ന കാലമായതിനാൽ മണിക്ക് വെച്ചിരുന്ന വേഷം പ്രതിസന്ധിയിലായി. പകരം ആരു ചെയ്യും എന്ന ആലോചനയായി. സംവിധായകൻ ബാലു കിരിയത്ത് സലിംകുമാറിനോട് പറഞ്ഞു ചിലപ്പോൾ നിനക്ക് നറുക്ക് വീഴാൻ സാധ്യതയുണ്ട്, ലവനില്ലേ മണി, അവൻ വരാൻ സാധ്യതയില്ല, അതുകൊണ്ട് ആ വേഷം നിനക്ക് കിട്ടിയേക്കെന്ന് പറഞ്ഞു. അങ്ങനെ സലിംകുമാറിനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. പാലക്കാട്ടൊരു ഹോട്ടലിൽ ഉദയനെയും സിബിയെയും കാണാൻ സലിംകുമാർ എത്തി. വർത്താനം തുടങ്ങി. പിന്നെ അവരെ ആകർഷിക്കാനുള്ള ഓരോ തമാശ പ്രകടനം. ഓരോ പ്രകടനത്തിന് ശേഷവും സലിംകുമാർ ആ ചിരി, മൂപ്പരുടെ ഒരു സ്ഥിരം ചിരിയുണ്ടല്ലോ, അത് ചിരിച്ചു. എന്നിട്ട് പ്രകടനമെല്ലാം കഴിഞ്ഞു മടങ്ങി. പിറ്റേന്ന് അദ്ദേഹത്തെ വിളിച്ച് പറയുമല്ലോ, അതിലൊരു റിസൾട്ട് വരുമല്ലോ. മണിക്ക് പകരം സലിംകുമാറല്ല, പാലക്കാട് വരെ ഇൻ്റർവ്യൂവിന് പോയ ആ സ്ഥിതിക്ക് പടത്തിലൊരു ചെറിയ വേഷം മാത്രം കൊടുത്ത് പറഞ്ഞേക്കാണ് ചെയ്തത്. എന്താണ് സംഭവം എന്ന് സലിംകുമാറിന് പിടികിട്ടിയിരുന്നില്ല. നല്ല വേഷമാണ്, പക്ഷേ കിട്ടിയില്ല. തൽക്കാലത്തേക്ക് ഒരു വേഷമാണ്,
കിട്ടിയത്. കുറേ കാലം കഴിഞ്ഞു. സിബി ഉദയൻ വിലയേറിയ തിരക്കഥാകൃത്തുക്കളായി, സലിംകുമാർ തിരക്കുള്ള നടനായി, 3 ആളുകളും കടുത്ത സുഹൃത്തുക്കളുമായി. അങ്ങനെ ഒരു ദിവസം അവർ സലിംകുമാറിനോട് എന്താണ് അന്നത്തെ ഇൻ്റർവ്യൂവിൽ സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൽ സലിംകുമാർ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ച കാര്യം പറയുന്നുണ്ട്. അത് കണ്ടപ്പോൾ അത് ഞങ്ങളെ ആക്കി ചിരിക്കുന്നതാണെന്ന് 2 പേർക്കും തോന്നി. അങ്ങനെ ബാലു കിരിയത്തിനോട് പറഞ്ഞു, അയാളെ വേണ്ട, അയാൾ ഒരുമാതിരി ആക്കി ചിരിക്കുകയാണ്, സഹിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ ബാലു കിരിയത്ത് വിളിച്ചു വരുത്തിയാണല്ലോ എന്ന് വെച്ചിട്ടാണ് തൽക്കാലത്തേക്ക് ഒരു വേഷം കൊടുത്തത് എന്ന് സലിംകുമാർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സംഭവം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത്, പുതിയ അഭിനേതാക്കൾ പണ്ടൊക്കെ റാഗിങ്ങിന് വിധേയരാകുന്ന കഥ ഉണ്ടല്ലോ. അങ്ങനെ റാഗിങ്ങിൻ്റെ ഭാഗമായി സിബി മലയിലിൻ്റെ നീ വരുവോളം എന്ന ചിത്രത്തിൽ നിന്ന് സലിംകുമാറിനെ ഒഴിവാക്കിയൊരു സംഭവമുണ്ട്. സംവിധായകൻ സിബി മലയിലായിരുന്നു. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുതാണെങ്കിലും എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വേഷങ്ങൾ വെച്ച് നോക്കിയാൽ താരതമ്യേന കുറച്ച് സീനുകളെ ഉള്ള ഒരു വേഷമായിരുന്നു. ജഗതി ശ്രീകുമാറുമൊത്തുള്ള സീനുകൾ ഷൂട്ട് ചെയ്ത് തുടങ്ങി. അപ്പം തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. ഷൂട്ടിംഗ് തുടങ്ങി 9 സീന് കഴിഞ്ഞു. ഓരോ ഘട്ടത്തിലും ജഗതി ചേട്ടൻ ടൈമിംഗ് ഇല്ല എന്ന് പറയും. ടൈമിംഗ് ഇല്ല എന്ന് ആവർത്തിക്കുമ്പം സലിംകുമാർ ഇങ്ങനെ ഡെസ്പായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രീതികൾ മാറ്റി ജഗതി ചേട്ടൻ കാണിച്ചു തരുന്നത് പോലെ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ പിന്നെ അദ്ദേഹം അഭിനയിച്ചാൽ മതിയല്ലോ എന്നായി സലിംകുമാറിൻ്റെ മനസ്സിൽ. അത് ഹരാസ് ചെയ്ത് വലിച്ചു കീറി ഒട്ടിച്ച് ഒരു പരുവത്തിലാക്കി എന്ന് തന്നെ പറയാം. തിലകൻ ചേട്ടനടക്കമുള്ള സെറ്റിലുണ്ടായിരുന്നവരുടെയൊക്കെ മൗനമായ പിന്തുണയുണ്ടായിരുന്നു എന്നാണ് സലിംകുമാർ പറയുന്നത്. എന്നെ മാത്രമല്ല, പുതിയതായി വരുന്നവരൊക്കെ ഇങ്ങനെ റാഗ് ചെയ്യുമായിരുന്നു അത്രേ. എന്തായാലും ജഗതി ചേട്ടനടക്കമുള്ള പഴയ തലമുറയിൽപ്പെട്ടവരുടെ ഒരു ഹോബിയായിരുന്നു അത്. അടൂർ ഭാസി പോലുള്ള മുൻ തലമുറക്കാരിൽ നിന്ന് അനുഭവിച്ചതിൻ്റെ തുടർച്ചയാണ് ഇത് എന്ന് പിന്നീട് മനസ്സിലായതായി സലിംകുമാർ പറയുന്നുണ്ട്. പിന്നീട് സലിംകുമാർ വലിയ നടനായി, തിരക്കേറിയ നടനായി. ആ ഘട്ടത്തിൽ നീ വരുവോളം എന്ന് പറഞ്ഞ സിനിമയുടെ അനുഭവം മനസ്സിലുണ്ട്. അന്ന് സിബി മലയിൽ ആ പ്രശ്നത്തിൽ നിരപരാധിയാണ് എന്ന് സലിംകുമാർ പറയുന്നുണ്ട്. പക്ഷേ കുറേ കാലത്തിന് ശേഷം എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന് പറഞ്ഞൊരു സിനിമ, അതേ ബാനറിൽ അതേ സംവിധായകൻ്റെ സിനിമ വന്നു, സിബിയുടെ സിനിമ. അതിൽ അന്ന് സലിംകുമാർ ഒരു അനിവാര്യ ഘടകമായിരുന്നു മലയാള സിനിമയിൽ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് എന്ന് പറഞ്ഞു. ആ റോളിലേക്ക് സെലക്ട് ചെയ്തു. ചെറിയ റോളാണെങ്കിലും ചില പ്രധാന താരങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പരിപാടി ഒരു കാലത്തുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആ സിനിമയിലേക്ക് വന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് സലിംകുമാർ ഒരു ദിവസം വൈകേണ്ടി വന്നു. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന ഘട്ടമുണ്ടായി. അത് സൗഹൃദത്തിൽ തന്നെയാണ് പിന്നീട് മുന്നോട്ട് പോയത്. സിബി മലയിൽ കക്ഷിയല്ലാത്തൊരു കാര്യം കൂടിയാണല്ലോ. പിന്നീട് അത് തമാശയായിട്ട് പറഞ്ഞ് ചിരിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. ആ സംഭവത്തിന് പിന്നെയും വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായി. ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയായെന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ഈ കഥ വായിച്ച, ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ വന്ന നടൻ ഇന്ദ്രൻസ് ഉണ്ടായിരുന്നു. ഇന്ദ്രൻസേട്ടൻ ആ പ്രസംഗവേദിയിൽ ഒരു കാര്യം വെളിപ്പെടുത്തി. എന്താ വെച്ചാൽ, ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാതൊരു ആഘാതം ഉണ്ടായി. കാരണം അന്ന് നീ വരുവോളം എന്ന സിനിമയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി പകരം തിരഞ്ഞെടുത്തത് എന്നെയായിരുന്നു. അത് സലിംകുമാറിൻ്റെ കഥാപാത്രമായിരുന്നു എന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് അത് അറിയുന്നത്. കാരണം അന്ന് എനിക്ക് ധരിക്കാൻ തന്ന ഡ്രസ്സ് ഭയങ്കര ലൂസായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വേദിയിൽ വെച്ച്, ഈ പുസ്തക പ്രകാശനത്തിൻ്റെ വേദിയിൽ പുസ്തകം സ്വീകരിച്ചുകൊണ്ട് അന്നത്തെ ആ കഥ വീണ്ടും ഓർത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കഥയിൽ സലീമിനെ ടൈമിംഗ് ഇല്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടുണ്ട്. ആ പകരക്കാരനായിട്ട് ചെന്ന് ചേരാനുള്ളൊരു ഗതികേടും എനിക്കുണ്ടായിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ടല്ലാതെ, അദ്ദേഹം അത് പേര് പറഞ്ഞിട്ടില്ല, അത് എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ സിബി മലയിലിൻ്റെ പടത്തിന് പെട്ടെന്നൊരു വിളി വന്നു, സമയമുണ്ട്, വലിയ ടീമല്ലേ, ജഗതി ചേട്ടനും തിലകൻ ചേട്ടനൊക്കെ ഉള്ളൊരു കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് ചെന്നു. അപ്പോൾ അതിൽ കോസ്റ്റ്യൂം എനിക്ക് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ പാകമല്ലാത്ത ഡ്രസ്സാണ്. അപ്പോൾ അവിടെ കോസ്റ്റ്യൂമറായിട്ട് വർക്ക് ചെയ്യുന്നത് എൻ്റെ അസിസ്റ്റൻ്റായിരുന്ന ഒരാളാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അയാളെ ശകാരിക്കുകയും ചെയ്തു, ഇത്രയ്ക്ക് എൻ്റെ അളവറിയില്ല, നീ എവിടെ നിന്ന് എന്താകൊണ്ട് കുറച്ച് വഴക്ക് പറഞ്ഞപ്പോൾ അവർ രഹസ്യമായിട്ട് പറഞ്ഞു, അല്ല വഴക്ക് പറയല്ലേ, ഇത് സലീംകുമാറിന് തച്ചു വെച്ച കുപ്പായമാണ്. രാത്രി വിളിച്ചു പറയുക, രാവിലെ ഇന്ദ്രൻസ് വരുന്നുണ്ട്, അത് പാകപ്പെടുത്തണം. അങ്ങനെ വേറെ തുണിയെടുക്കാൻ നിർത്തിയില്ലാണ്ട് അവൻ അഴിച്ചു പറക്കി എൻ്റെ ഷേപ്പിനാക്കി വെച്ചിരിക്കുക. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ശരിക്കും ഒരാർട്ടിസ്റ്റും അങ്ങനെ ഒരാൾക്ക് പകരം പോവേണ്ടി വന്നാൽ അതൊരു വിഷമമാണ്. ഒന്നിൽ അവരെ വിളിച്ച് അന്വേഷിക്കും. അങ്ങനെ ഒന്നും പറയാൻ പറ്റാണ്ട് ആ വേഷം ഞാൻ ചെയ്തു പോന്നു. പിന്നീട് സലീമിന് എത്രത്തോളം അത് സലീമിനോട് അപമാനിക്കപ്പെട്ടുവെന്നോ, സലീമിന് എത്രത്തോളം മനസ്സിന് നോവിച്ചു എന്നുള്ളതോ പിന്നീടാണ് സലീം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെ കൂടെ ഒരു ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും ഹാസ്യടന്മാരെ വേർതിരിച്ച് കണ്ട ഇടങ്ങളിലൊക്കെ സലീം അതിനെ മധുരമായിട്ട് വാക്കുകൾ കൊണ്ടൊക്കെ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ സലിംകുമാർ വിട പറയുമ്പോൾ അദ്ദേഹം അവശേഷിപ്പിച്ച കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്ത് പറയാവുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട്.
അദ്ദേഹം ചിരിയിലൂടെ സഞ്ചരിച്ച ഒരാൾ കൂടിയാണ്. അദ്ദേഹം ചിരി ഒരു വികസന പ്രവർത്തനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിരി നിമിഷങ്ങൾ മലയാളിയെ സംബന്ധിച്ച് മറക്കാൻ കഴിയാത്തതാണ്. 2 ഇഞ്ച് ചുണ്ടിനെ 4.5 ഇഞ്ചാക്കി മാറ്റുന്നൊരു വികസന പ്രവർത്തനമാണ് ചിരി എന്നാണ് സലിംകുമാർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വിട പറഞ്ഞു പോകുമ്പോഴും അവശേഷിപ്പിച്ച ചിരി നിമിഷങ്ങൾ ഓർത്ത് ചിരിക്കുന്ന സഹജീവികളുടെ യാത്രയപ്പാണ് അദ്ദേഹം സ്വപ്നം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സലിംകുമാറിന് ചിരിയിൽ പൊതിഞ്ഞ ഒരു യാത്രയപ്പ് നൽകുക. വിട. നന്ദി, നമസ്കാരം.